ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ചെന്നെ കൊന്നുകളയണമേ. എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. ഇവിടെ മോശ മരിച്ചാൽ മതിയെന്ന് ദൈവത്തോട് പറയുകയാണ്. കഴിഞ്ഞ ചില പ്രസംഗങ്ങളിൽ ഏലിയ പ്രവാചകൻ മരിച്ചാൽ മതിയെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് നാം ചിന്തിച്ചു. മറ്റൊരവസരത്ത് നാം ചിന്തിച്ചു യോന പ്രവാചകൻ മരിച്ചാൽ കൊള്ളാമെന്ന് ആശിച്ചു. ഇവിടെ നാം വായിക്കുന്നത് മോശ, പ്രവാചക ശ്രേഷ്ഠനായ ദീർഘദർശിമാരിൽ തലവനായ മോശ പറയുന്നു, എൻ്റെ ദൈവമേ, എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ പ്രാണ്യങ്ങ് എടുത്തുകൊള്ളണമേ. ആത്മഹത്യ ചെയ്യാനല്ല മോശ പറയുന്നത്, ആത്മഹത്യ ചെയ്യുമെന്നല്ല മോശ പറയുന്നത്. എൻ്റെ പ്രാണ്യങ്ങ് എടുത്തുകൊള്ളും, നീ എന്നെ അങ്ങ് മരിപ്പിച്ചാൽ മതി, നീ തന്നെ മരിക്കാൻ എനിക്കൊരവസരം തന്നാൽ മതി, എൻ്റെ ജീവിതം മതി, മതി കർത്താവേ മതി. കാരണം എന്നെക്കൊണ്ട് വയ്യ ഈ ഭാരമെല്ലാം ചുമക്കാൻ. ഈ കണ്ട ജനത്തെ മുഴുവൻ വഹിച്ചുകൊണ്ട് പോകാൻ എന്നെക്കൊണ്ട് കഴിവില്ല. ഞാൻ ചീത്ത കേട്ട് മടുത്തു, ഈ പിറുപ്പ് കണ്ട് മടുത്തു. എൻ്റെ കർത്താവേ, ഈ മത്സരം കണ്ട് ഞാൻ വഹിക്കാൻ വയ്യാതെ വലഞ്ഞു. ഈ ജനത്തിന് എത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഞാൻ എന്തെല്ലാം പീഡകൾ സഹിച്ചാണ് ഇതുവരെ എത്തിയത്. എന്തോരം ഞാൻ ആളുകളിൽ നിന്നുള്ള എതിർപ്പുകൾ ഞാൻ വഹിച്ചു. കർത്താവേ മതി, എനിക്കങ്ങ് മരിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവവേലക്കാരൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകളാണ് ഈ വാക്കുകളിൽ കാണുന്നത്. ദൈവപുരുഷന് മനം മടുത്തുള്ള വിഷാദ സങ്കലിതമായ വാക്കുകൾ. മനം മടുത്ത്, ഉള്ളു നിരാശപ്പെട്ട്, എൻ്റെ ദൈവമേ, എത്ര ശുദ്ധോദ്ദേശത്തോടെയാണ് ഞാൻ പുറപ്പെട്ടത്. ഞാൻ നിൻ്റെ വാക്ക് കേട്ടല്ലേ ഞാൻ ആ സീനായി മലയിൽ നിറങ്ങിയത്. ഞാൻ ഹോരേബിൽ വെച്ച് നിൻ്റെ ശബ്ദം കേട്ടല്ലേ ഞാൻ പുറപ്പെട്ടത്. കർത്താവേ, ആ മുൾപടർപ്പിൽ കത്തുന്ന അഗ്നിയിൽ നിന്നുള്ള നിത്യനായ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ടല്ലേ ഞാൻ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് പോയത്. കർത്താവേ, ഞാൻ അവിടെ നിൻ്റെ നാമത്തിൽ ഞാൻ ഏതെല്ലാം രംഗങ്ങൾ നിന്നു. കർത്താവേ, നിൻ്റെ ഒരു വാക്ക് വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ലല്ലോ. എന്നിട്ടും ഞാൻ എല്ലാവരിൽ നീ ഈ വലിയ പഴി ഏൽക്കുന്നല്ലോ. എന്നും പെറുവിറുപ്പാകുന്നുവല്ലോ. കർത്താവേ, ഈ ജനം പെറുവിറുക്കുന്നല്ലോ. എന്നും അവർക്ക് പരാതിയേ ഉള്ളല്ലോ. അവരെ എന്തിന് പുറപ്പെടുവിച്ചു, എന്തിന് കൊണ്ടുവന്നു, എന്തിന് അവരെ ഈ മരുഭൂമിയിൽ കൂടി നടത്തുന്നു. അവർക്ക് വേണ്ടത്ര ആഹാരമില്ല, അവർക്ക് ഭക്ഷണം, നല്ല സുഖകരമായ ഭക്ഷണമില്ല, ഇറച്ചി അവർക്ക് കിട്ടുന്നില്ല, മാംസഭക്ഷണം അവർക്ക് കിട്ടുന്നില്ല. മിസ്രയീമിൽ, ആ ഈജിപ്തിൽ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരുന്ന കാലങ്ങൾ അതെല്ലാം ഇന്ന് ഓർമ്മകളായി പോയല്ലോ. ഇന്നിവിടെ എന്നും എന്നും ഈ നിസ്സാരമായ ഭക്ഷണം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഈ ജനം ഇങ്ങനെ പറയുന്നല്ലോ. കർത്താവേ, മോശ വലഞ്ഞു. നമുക്ക് വായിക്കാം 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. 4-ാം വാക്യം. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ജനം ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, അവരെല്ലാവരും കരഞ്ഞും കൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, ഒരു വിലയും കൊടുക്കണ്ട ഞങ്ങൾക്ക്. നീലനദിയിൽ നിന്ന് ഇഷ്ടം പോലെ മത്സ്യം കിട്ടുമായിരുന്നു. വില കൂടാതെ തിന്നിട്ടുള്ളതായ ഞങ്ങളുടെ മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. എന്തെല്ലാം ആഹാര സാധനങ്ങളാണ് ഞങ്ങൾക്ക് മിസ്രയീമിൽ ഉണ്ടായിരുന്നത്. നീലനദീതടത്തിൽ ഇടതൂർന്ന് വളർന്നിരുന്നതായ അനേകം പച്ചക്കറികൾ, ഇതെല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതെല്ലാം ഇന്നില്ലല്ലോ. ഞങ്ങൾക്കാകെ ഇന്ന് ഈ മന്നയല്ലേ ഉള്ളൂ. അടുത്ത വാക്യം. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് എന്താ ഭക്ഷണമുള്ളത്? ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് ഈ മന്നയെ ഞങ്ങൾക്കുള്ളോ? ഇങ്ങനെ അവർ പറഞ്ഞ് പിറുപിറുക്കാൻ തുടങ്ങി. വളരെ വേദനാകരമായ വാക്കുകളാണ് ഈ ജനം പറഞ്ഞത്. എന്നും ഇതേ ഉള്ളോ? എന്നും ഈ മന്ന തന്നെ. വിശിഷ്ട ഭക്ഷണം കഴിച്ച നാളുകൾ മറന്നു. എന്ത് ശ്രേഷ്ഠ ഭോജനങ്ങൾ, മൃഷ്ടാന്ന ഭോജനങ്ങൾ. അവിടെ മിസ്രയീമിൽ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരുന്നതാണ്.
അതെല്ലാം ഞങ്ങൾക്ക് പോയല്ലോ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. നമുക്ക് തുടർന്ന് വായിക്കാം. 11-ാം വാക്യം. മോശയ്ക്കും അനിഷ്ടമായി. മോശയ്ക്ക് ഈ വാക്കുകളെല്ലാം കേട്ടപ്പോൾ അനിഷ്ടമായി. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചതെന്ത്? മോശ ദൈവത്തോട് പറയുകയാണ്, ഓ ദൈവമേ, ഈ ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്ന ജനം മുഴുവൻ വലഞ്ഞ് നിരാശയോടെ പറയുന്നു. ഇപ്പോൾ മോശയും ദൈവത്തെ എതിർത്ത് പറയുന്നു, നീ എന്നെ വലച്ചത് എന്തിനാ ദൈവമേ? മോശയും എതിർക്കുകയാണ്, നീ എന്നെ വലച്ചത് എന്തിന്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിൻ്റെയും ഭാരം എൻ്റെ മേൽ വെച്ചതെന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിൻ്റെയും ഭാരം എൻ്റെ മേൽ വെച്ചിരിക്കുന്നത് എന്ത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്തെടുത്ത് കൊണ്ടുപോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞ് കരയുന്നു. ഞാൻ അവരെ ഗർഭത്തിൽ വഹിച്ചവരല്ലോ, എനിക്ക് ഇവരെക്കുറിച്ച് പറയാൻ എന്താ ഉത്തരവാദിത്വമുള്ളത്? നീ കൽപ്പിച്ചതുകൊണ്ട് ഞാൻ ജനത്തെ പുറപ്പെടുവിച്ചതല്ലേ. ഞാൻ ഈ എൻ്റെ മക്കളെ പോലെ നോക്കത്തക്കവണ്ണം ഇവർ ഇത്രയും 600,000 ജനം, അവരെ എനിക്ക് വേറെ എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? കർത്താവേ, നീ എന്താണ് എന്നെ ഇങ്ങനെ വലയ്ക്കുന്നത്? അവരിപ്പോൾ പറയുന്നു, അവർ കരയുകയാണ്, കൂട്ടക്കരച്ചിലാണ്. ഇറച്ചി ആര് തരും? ഇറച്ചി എവിടെ? ഇതാണ് ചോദ്യം. അയ്യോ, ഈ മത്സരിക്കുന്നവരുടെ മധ്യത്തിൽ ഞാൻ എന്തു ചെയ്യും? മോശ പറയുകയാണ്, അടുത്ത വാക്യം. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. കർത്താവേ, എന്നെക്കൊണ്ട് വയ്യ കേട്ടോ. ഏകനായി ഈ ജനത്തെ മുഴുവൻ വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിവില്ല, എനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം, ഇങ്ങനെ ഞാൻ തന്നെ വഹിക്കണമെന്ന് നീ പറയുകയാണെങ്കിൽ, കർത്താവേ, ഞാനൊരു കാര്യം പറയാം, എന്നോട് ഇങ്ങനെയാണ് നീ ചെയ്യുന്നതെങ്കിൽ ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. എന്നെ ഞാൻ കൊന്നു കളയണമേ. എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. നമുക്ക് അവരുടെ മത്സരത്തിൻ്റെ വാക്കുകൾ ചിലതുകൂടി നമുക്ക് കാണാം. 18-ാം വാക്യം ദൈവം പറയുന്നതാണ്. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? മിസ്രയീമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞ് യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസവുമല്ല, 1 മാസം മുഴുവനും തന്നെ. അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനം വരുവോളം നിങ്ങൾ തിന്നും. നിങ്ങളുടെ ഇടയിലുള്ള യഹോവയെ നിങ്ങൾ നിരസിക്കുകയും ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് എന്തിന് പുറപ്പെട്ടു പോകുന്നുവെന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പാകെ കരയുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ മോശെ, എന്നോടുകൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. 1 മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകുമണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകുമണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. മോശ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ മോശയ്ക്ക് സംശയമായി. കർത്താവേ, എങ്ങനെയായി ജനത്തിന് കൊടുക്കുന്നത്? 1 മാസം മുഴുവൻ ഇറച്ചി തിന്നാൻ കൊടുക്കുമെന്ന്. ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കൊടുക്കാനാണ്? ചെങ്കടൽ കടന്ന് ഇത്രയും ദൂരം ഞങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്യും? ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് മാംസം കിട്ടും? എവിടെ നിന്ന് മത്സ്യം കിട്ടും? കർത്താവേ, നീ എന്താണ് ഈ പറഞ്ഞത്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. മോശ ദൈവത്തോട് ചോദിച്ചു. ഉടനെ ദൈവം പറയുന്നൊരു മറുപടി ഉണ്ട്, ശ്രദ്ധിക്കൂ. 23-ാം വാക്യം. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ? യഹോവയുടെ കൈ കുറുതായിപ്പോയോ? എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. നാളെയോത്ത് ചഞ്ചലപ്പെട്ടിരിക്കുന്ന പ്രിയ ദൈവവേദനയെ നിന്നോട് പറയട്ടെ, ദൈവത്തിൻ്റെ കൈ കുറുതായി പോയിട്ടില്ല. ദൈവത്തിന് നിന്നെ പുലർത്താൻ കഴിയും. ദൈവത്തിന് നിൻ്റെ മക്കളെ പുലർത്താൻ കഴിയും. ദൈവത്തിന് നിൻ്റെ ജനത്തെ പോറ്റാൻ കഴിയും. ജീവനുള്ള ദൈവത്തിന് അവൻ പുറപ്പെടുവിച്ച ജനത്തെ പോറ്റുവാൻ അവന് കഴിയും. യഹോവയുടെ കൈ കുറുകായി പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇതറിയാതെ, ദൈവം ആരാണെന്നറിയാതെ ദൈവപുരുഷൻ കരഞ്ഞുപോയി. ദൈവം ആരാണെന്നറിയാതെ, ദൈവത്തിൻ്റെ പരമശക്തി അറിയാതെ, ദൈവത്തിൻ്റെ സർവശക്തി അറിയാതെ മോശ അമ്പരപ്പിലായിപ്പോയി. ജനം കരയുന്നു, ഞാൻ എന്തു ചെയ്യും? ജനം കരയുന്നു, ഞങ്ങൾക്ക് ആഹാരമില്ല, എന്ന് ഈ മന്ന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജനം വിലപിക്കുന്നു. ഞാൻ എന്തു ചെയ്യും? കർത്താവേ, എനിക്ക് വയ്യ, എനിക്ക് ഈ ജനത്തെ വഹിക്കാൻ വയ്യ, എനിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വയ്യ. ദൈവത്തിന് സ്തോത്രം. ദൈവവേലയിൽ നിൽക്കുന്ന ആരെല്ലാം യുവാക്കളെ കേൾക്കുന്നുണ്ട്? ദൈവീക ശുശ്രൂഷയിൽ നിൽക്കുന്ന ആരെല്ലാം യുവാക്കളെ കേൾക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ,
ജീവനുള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷ അത് നിങ്ങൾ സന്തോഷത്തോടെ ചെയ്തുകൊള്ളൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിക്കൊള്ളും. കർത്താവിന് സ്തോത്രം. അവന് വേണ്ടി ഒരു ചെറുവില്ലെങ്കിലും നിങ്ങൾ അനക്കിക്കൊള്ളൂ, നിങ്ങൾക്കതിന് പ്രതിഫലം കിട്ടും. അവന് വേണ്ടി അവൻ്റെ നാമത്തിൽ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. ആവത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങൾ ചെയ്തുകൊള്ളൂ. സാധിക്കുന്നതിനോളം നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായി പറഞ്ഞു തരാം. സ്വർഗത്തിലെ ദൈവം ആർക്കും കടക്കാരനായിരിക്കുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ആർക്കും കടക്കാരനായിരിക്കുകയില്ല. നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ സ്വർഗത്തിലെ ദൈവം കടക്കാരനായിരിക്കുകയില്ല. ദൈവം നിങ്ങൾക്ക് നൂറിരട്ടിയായി പ്രതിഫലം തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് 18-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി. 18-ാമത്തെ വയസ്സിൽ അത്ര ചെറുപ്പത്തിലേ ജോലി കിട്ടി. അന്ന് ജോലി പ്രവേശിക്കുമ്പോൾ 17-ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ മാനസാന്തരപ്പെട്ടവനായിരുന്നു. മാനസാന്തരപ്പെട്ടു. അന്ന് ജീവിതത്തിൽ തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം? എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ 10-1 ദൈവം എനിക്ക് വേണ്ടി മാറ്റിവെക്കും, ദശാംശം മാറ്റിവെക്കുമെന്ന്. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ശുഭകരമായ പല തീരുമാനങ്ങളും കർത്താവ് തന്ന കൂട്ടത്തിൽ അങ്ങനൊരു തീരുമാനം തന്നു. അന്ന് നിങ്ങൾക്ക് ഇന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അന്ന് ഞാൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട ശമ്പളം 55 രൂപയാണ്. 55 രൂപ മാസ ശമ്പളം. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഒരു പ്രൈമറി ടീച്ചറുടെ ജോലിയിലാണ് ഞാൻ പ്രവേശിക്കുന്നത്. 10ാം ക്ലാസ്സും TTCയും മാത്രം. അന്ന് പക്ഷേ 55 രൂപ മേടിച്ചില്ല. ശമ്പളം പാസ്സായി വന്നപ്പോൾ അപ്പോഴേക്കും ശമ്പളം വർദ്ധിപ്പിച്ചു. 68 രൂപയാണ് ആദ്യം മേടിച്ച ശമ്പളം. പ്രിയപ്പെട്ടവരെ, ഞാനിതിൽ 7 രൂപ മാറ്റിവെച്ചു. 7 രൂപ മാറ്റിവെച്ചു. പിന്നീട് വന്നപ്പോൾ അവിടെ നിന്ന് ഹൈസ്കൂളിലേക്ക് പ്രൊമോഷനായി. ഹൈസ്കൂളിൽ നിന്ന് പിന്നീട് കോളേജിലേക്ക് പോന്നു. ദൈവത്തിന് സ്തോത്രം. പടിപടിയായി ദൈവം ഉയർത്താൻ തുടങ്ങി. ഒന്നൊന്നായി ഉയർത്താൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ജീവനുള്ള ദൈവം നടത്തുന്ന വിധങ്ങൾ, എൻ്റെ കർത്താവിന് സ്തോത്രം. എല്ലാറ്റിലും ജീവനുള്ള ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഒരു ശീലമാക്കി മാറ്റി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി, മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി രൂപ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. സമയം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ശക്തി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. സ്വാധീനം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് എളിമയോടെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ രൂപ ചോദിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളാരും അങ്ങനെ ഏതെങ്കിലും രൂപ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ തന്നെത്താൻ തീരുമാനിക്കൂ, ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഒന്ന് വളരെ വ്യക്തമായി പറയാം. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. ഈ നാളുകളിൽ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന ചില ചെറുപ്പക്കാരുടെ കാര്യത്തിൽ ഞാനിത് കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ, കർത്താവിന് സ്തോത്രം. ജീവനുള്ള ദൈവം ഉയർത്തി കൊണ്ടുപോയ വിധങ്ങൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് പറയട്ടെ, നിങ്ങളാരും പൈസ കൊടുക്കാനല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കേണ്ട. എന്നാൽ നിങ്ങൾ കേൾക്കൂ, ജീവനുള്ള ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ ഒക്കെ ചെയ്തുകൊള്ളൂ. തലമുറകൾക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞു തരാം. തലമുറകൾക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ കൈ കുറുതായി പോയിട്ടില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈ കുറുതായി പോയിട്ടില്ല. ദൈവത്തിൻ്റെ കൈ ചെറുതായി പോയിട്ടില്ല. ദൈവം അമർത്തി കുലുക്കി കവിയുന്നു. ഒരു നല്ല അളവായി നിങ്ങൾക്ക് പ്രതിഫലം തരും. വായിക്കുന്നത് അങ്ങനെയാണ്. മോശ പക്ഷേ ദൈവത്തെ അവിശ്വസിച്ചു. മോശയ്ക്ക് സംശയം വന്നു. ഈ ജനത്തിനെല്ലാം ഇറച്ചി കൊടുക്കാൻ ദൈവത്തിന് കഴിയുമോ? എങ്ങനെ കൊടുക്കും? മോശയ്ക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാവുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളാരും ബുദ്ധിയിലൊന്നും ചകഞ്ഞു നോക്കണ്ട, ഒന്നും ബുദ്ധിയിലെടുക്കണ്ട, നിങ്ങളുടെ ബുദ്ധി കൊണ്ടൊന്നും വിശകലനം ചെയ്യണ്ട. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇതൊരു പഴഞ്ചൻ സിദ്ധാന്തമാണ് നിങ്ങൾക്ക് തോന്നും, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. നിങ്ങൾ വിശ്വസിച്ച് നോക്ക്, കാണാം ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവം ഈ നിസ്സാര മനുഷ്യന് തന്ന ഒരു മഹാഭാഗ്യം വിശ്വസിക്കാനുള്ളൊരു കൃപയാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ ഈ വചനത്തെ അവിശ്വാസം വന്നിട്ടില്ല. ഒരക്ഷരത്തിൽ പോലും അവിശ്വാസം വന്നിട്ടില്ല. ഈ പുസ്തകം എൻ്റെ ജീവനാണ്. ഈ പുസ്തകം
എൻ്റെ പ്രമാണമാണ്. ഈ പുസ്തകമുണ്ടല്ലോ അത് എന്നെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ വചനങ്ങൾ എന്നെ ആവേശം കൊള്ളിക്കുകയാണ്. ഈ വചനങ്ങൾ എനിക്ക് ധൈര്യം തരികയാണ്. നിങ്ങൾ പ്രിയപ്പെട്ടവരെ വചനത്തിൽ വിശ്വസിക്കൂ, ദൈവത്തിൽ ശക്തിയിൽ വിശ്വസിക്കൂ, നിങ്ങൾ വിശ്വാസികളായി തീരൂ. മോശയ്ക്ക് സംശയം വന്നു. മോശ പറയുകയാണ്, ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. മോശ പ്രാർത്ഥിക്കുകയാണ്, വയ്യ, ജനങ്ങളുടെ പിന്തുണ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ജനങ്ങളുടെ പിൻബലം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നെ ആവേശത്തോടെ കണ്ടൊരു കാലമുണ്ട് ജനം. ഞാൻ ചെങ്കടൽ കടത്തിക്കൊണ്ട് വന്നപ്പോൾ അവർക്ക് എന്നെക്കുറിച്ച് നല്ല ബഹുമാനമായിരുന്നു, നല്ല മതിപ്പായിരുന്നു. എന്നെ അവർ നോക്കിയിരുന്നു, എന്നെ അവർ മാനിച്ചിരുന്നു. അത് കഴിഞ്ഞ് മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് വന്നപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നു, മരുഭൂമിയിൽ വലിയ നീരൊഴുക്കുളവാകുന്നു. അവർക്ക് ആവേശം കൊണ്ടു. അവിടെ മാറയിലെ കയ്പ് വെള്ളം മധുരമാക്കി കിട്ടിയപ്പോൾ അവർക്ക് ആവേശമായിരുന്നു, അവർക്ക് ആനന്ദമായിരുന്നു, എന്നെ അവർക്ക് ബഹുമാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതായി ജനം എനിക്ക് നേരെ പിറുപിറുക്കുന്നു, ജനം എന്നെ തെറ്റിദ്ധരിക്കുന്നു, ജനം എന്നെ കുറച്ച് കളയുന്നു, ജനം എന്നെ ചെറുതാക്കുന്നു, ജനം എന്നെ തുച്ഛീകരിക്കുന്നു, ജനം എന്നെ വലയ്ക്കുന്നു. ഈ ജനത്തിൻ്റെ ഭാരം മുഴുവൻ വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിവില്ല എന്ന് മോശ പറയുകയാണ്. ദൈവവൈതലേ, ജനപിന്തുണ കുറയുമ്പോൾ നീ വാടരുത്. ആളുകൾ നിന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ നീ തളരരുത്. സകലരും നിന്നെ പഴിക്കുമ്പോൾ നീ വാടിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന വഹിപ്പാൻ നീ ഇറങ്ങിക്കൊള്ളൂ. ജീവനുള്ള ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുരിശ് വഹിപ്പാൻ നീ തയ്യാറായിക്കൊള്ളൂ. അവൻ പോയ വഴിയിലൂടെ, സകലരും നിരസിക്കുന്ന ഈ പാതയിൽ കൂടെ, എല്ലാവരും വെറുക്കുന്ന ഈ വഴിയിൽ കൂടെ, എല്ലാവരും പരിഹസിക്കുന്ന ഈ വഴിയിൽ കൂടെ യേശുവിൻ്റെ പിറകെ നിന്നെയും വഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ പിന്നാലെ ചെല്ലുക, അവനോട് കൂടെ നീ നടക്കുക. എങ്കിൽ നിനക്ക് ജയം കിട്ടും. നിനക്ക് ജയം ലഭിച്ച് അനേകരെ ജയോത്സവമായി നടത്താൻ നിന്നെക്കൊണ്ട് ദൈവത്തിന് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. നീ വിശ്വസിക്കൂ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നീ കൊടുക്കൂ. ദൈവവൈതലേ, ജീവനുള്ള ക്രിസ്തു ധൈര്യം തരികയാണ്. മോശ പോലും പതറിപ്പോയി, മോശ പോലും വാടിപ്പോയി. എൻ്റെ കർത്താവിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ജീവനുള്ള ദൈവം ഈ മോശയെയും ഒരിക്കലും കൈവിട്ടില്ല. തളർന്നു എന്നുള്ളതുകൊണ്ട് ദൈവം കൈവിടുകയില്ല. ഏലിയാവ് തളർന്നപ്പോൾ ദൈവം കൈവിട്ടില്ല. നാം തളരുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഒരു വാക്യമുണ്ട്, എബ്രായ ലേഖനത്തിലാണ്, ഞാൻ കാണാൻ പഠിച്ച വാക്യമാണ്, ഞാൻ ഒരു നാൾ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആകയാൽ മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് നീ ധൈര്യത്തോടെ പറയൂ. നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ 5-ാം വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. സ്തോത്രം. 27-ാം സങ്കീർത്തന അവസാനത്തെ വാക്യം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പരീക്ഷ തോറ്റിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? പരീക്ഷ തോറ്റുപോയവർ, മാർക്ക് കുറഞ്ഞു പോയവർ, ഉദ്ദേശിച്ച ഫലം കിട്ടാതിരിക്കുന്നവർ, ജോലി കിട്ടാതെ അഴലുന്നവർ, ഒരു വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു കിട്ടാതെ വിഷമിക്കുന്നവർ, അതിനുവേണ്ടി പൈസ മുടക്കി പക്ഷേ ആ പൈസയും നഷ്ടപ്പെട്ട് ജോലിയും കിട്ടിയില്ല, മനസ്സ് ഉഷ്ണിച്ച് വലഞ്ഞ് വിഷമിക്കുന്നവർ, കുടുംബം കലങ്ങിയിരിക്കുന്നവർ, ഭർത്താവ് ഉപദ്രവിക്കുന്നതുകൊണ്ട് മനസ്സ് മടുത്തുപോയവർ, മരിച്ചാൽ മതിയെന്ന് ഓർക്കുന്നവർ, മാതാപിതാക്കൾ ഒരു കരുണയുമില്ല, ഒരു സ്നേഹവുമില്ല, ഒരു വാത്സല്യവുമില്ല, എന്നെ ആർക്കും വേണ്ട എന്നോർത്ത് മരിച്ചാൽ മതിയെന്ന് ഓർക്കുന്നവർ, എൻ്റെ ദൈവമേ, എൻ്റെ ഭാര്യ എന്നെ വിട്ട് പോയല്ലോ, ആരും എനിക്ക് കൂടെ ഇല്ലല്ലോ, ഞാൻ ഏകാഗിയായി പോയല്ലോ, ഞാനങ്ങ് മരിക്കുകയായിരുന്നു നല്ലത് എന്ന് ചിന്തിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ബിസിനസ് തകർന്നു പോയവർ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ബിസിനസ്സിൽ വലിയ കഷ്ടങ്ങളും നഷ്ടങ്ങളും നേരിട്ടവർ, നനച്ചിരിയാത്ത ആപത്ത് വന്നവർ, ഏറ്റവും പ്രിയപ്പെട്ടവർ പെട്ടെന്നുള്ള അത്യാഹിതത്തിൽ കടന്നുപോയവർ, മനസ്സ് മടുത്ത് വിഷമിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? സ്നേഹിതരെ പറയട്ടെ, ജീവനുള്ള ദൈവം പ്രത്യാശ തരികയാണ്. യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, ജീവനുള്ള ദൈവത്തിൻ്റെ കൈ കുറുകി പോവുകയില്ല. ആ വാക്യം നമുക്ക് ഒരു പ്രാവശ്യം കൂടി വായിച്ച് കേൾക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 23-ാം വാക്യം. മോശയ്ക്ക് ധൈര്യം കൊടുത്ത വാക്യമാണ്, മോശയുടെ മടുപ്പ് മാറ്റിയ വാക്യമാണ്.
യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ, എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. യഹോവയുടെ കൈ കുറുതായി പോയോ, എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ നേരിട്ട് കാണട്ടെ ദൈവത്തിൻ്റെ കൈ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കുന്നത് നിങ്ങൾ നേരിട്ട് കാണട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നേരിട്ട് കാണട്ടെ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ചിലത് ചെയ്തത്, ചില അത്ഭുതങ്ങൾ ചെയ്തത്, ദൈവം നിങ്ങളുടെ ശരീരത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്തത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തത്. അത്ഭുതങ്ങളുടെ കാലം തീർന്നു പോയില്ല പ്രിയരെ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മുടെ നാഥനാണ്. അവൻ ജീവരക്തം നമുക്ക് വേണ്ടി ഊറ്റിയവനാണ്. അവൻ സ്നേഹം നമുക്ക് തന്നവനാണ്. അവൻ്റെ കരം നമ്മുടെ നേരെ നീട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. അവൻ്റെ കൈ കുറുകി പോയിട്ടില്ല. അവൻ്റെ കൈ ഇപ്പോൾ നിങ്ങളുടെ നേരെ നീണ്ടു വരത്തക്കവണ്ണം അവൻ നിങ്ങളോട് കരുണ കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾ അഗാധ കുഴിയിൽ കിടക്കുകയാണ്. ശരി, നിങ്ങൾ പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ കിടക്കുകയാണ്. പാപത്തിൻ്റെ അഗാധ കയത്തിൽ വീണ് കിടക്കുകയാണ്. ഉയരാൻ സാധ്യമല്ലെന്നോർത്ത് നിങ്ങൾ കിടക്കുകയാണ്. ഇനി എനിക്ക് അരേറ്റമില്ല എന്ന് വിചാരിച്ച് കിടക്കുകയാണ്. നിരാശ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളെ ഏറ്റവും അപായകരമായി ബാധിച്ചിരിക്കുകയാണ്. നിരാശയിൽ നിങ്ങൾ വലഞ്ഞു കഴിയുകയാണ്. മരിച്ചാൽ മതിയെന്ന് ഓർക്കുകയാണ്. ഇനി എനിക്ക് നല്ല കാലമില്ല എന്ന് ഓർക്കുകയാണ്. എന്നെക്കൊണ്ട് വയ്യ ദൈവമേ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരാശ കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജീവനുള്ള ദൈവം ശുഭകാലങ്ങൾ നിങ്ങൾക്ക് തരുവാനായി അവൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടുകയാണ്. അവൻ്റെ കരം നിങ്ങളെ തലോടുവാൻ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഇപ്പോൾ നിങ്ങളുടെ നേരെ നീട്ടുകയാണ് പ്രിയരെ. ആ സ്നേഹത്തിൻ്റെ കരത്തെ നിങ്ങൾ ചുംബിപ്പീൻ. ആ കരം നിങ്ങൾ മൊത്തുവീൻ. ആണിപ്പാടുള്ള കരത്തെ നിങ്ങൾ മൊത്തുവീൻ. ആ തിരുരക്തം നിങ്ങളുടെ നെറ്റിയിൽ പുരട്ടുവീൻ. ആ തിരുരക്തത്താൽ നിങ്ങളുടെ പാവക്കറകൾ കഴുകുവീൻ. പാവക്കറകൾ കഴിയവരായി എഴുന്നേറ്റ് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങൾ യോഗ്യരാകുവീൻ. ദൈവത്തെ സ്തുതിപ്പാൻ നിങ്ങൾ യോഗ്യരാകുവീൻ. ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിൽ ആരാധിക്കുന്ന വിശുദ്ധ ജനമായി നിങ്ങൾ ഉണരുവീൻ, നിങ്ങൾ ഉയരുവീൻ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. തന്ന ദൂതുകൾക്കായി സ്തോത്രം. തന്ന സ്വർഗീയ വചനങ്ങൾക്കായി സ്തോത്രം. തന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. കർത്താവേ, അത്ഭുതങ്ങളുടെ ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ബലഹീനരെ താങ്ങിയതിനായി സ്തോത്രം. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവെ, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനായി സ്തോത്രം. പിന്മാറ്റക്കാരെ തിരിച്ചു കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവെ, വിശ്വാസികളെ സ്ഥിരപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവെ, എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.